എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 21. പൃഥുമഹാരാജാവ് നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശാസനകളെക്കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പൃഥുമഹാരാജാവ് ഒരു മഹായജ്ഞം, ആദ്യത്തെ 99 യജ്ഞം കഴിഞ്ഞ് തിരിച്ചു വന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ഒരിക്കൽ ഒരു മഹായജ്ഞം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, ദേവന്മാർ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തി. ആ സഭയിൽ വെച്ച് അദ്ദേഹം എല്ലാവർക്കും കേൾക്കാനായിട്ട് ചില നിർദ്ദേശങ്ങൾ, ശാസനകൾ നൽകുകയാണ് ഇനി പോകുന്നത്. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. അതായത് അതിനെ ഒരു വളരെ ചുരുക്കിക്കൊണ്ട് അതിനെ ഒന്ന് പറയുകയാണെങ്കിൽ, ഈ ഭൂമിയിൽ ഭഗവാൻ മഹാവിഷ്ണു ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നൽകുന്ന നിർദ്ദേശം എന്തെന്നാൽ, മോക്ഷം നേടാൻ ആദ്യം വേണ്ടത് സ്വധർമ്മ അനുഷ്ഠാനമാണ് എന്ന് ഊന്നിപ്പറഞ്ഞ ഒരു ഭഗവാൻ മഹാവിഷ്ണുവാണ്. അതായത് എന്താണോ, എവിടെയാണോ നമ്മൾ ജനിച്ചത്, ഏതവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത്, അവിടെ നമ്മുടെ ഈ ഒരു സ്ഥൂല ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോടുള്ള ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ജോലികൾ, ഇത് ഞാൻ ചെയ്യുന്നു, എൻ്റെ കഴിവും ബുദ്ധിയും ശക്തിയും വെച്ച് ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരമില്ലാതെ സകലതിനെയും ആ പ്രകൃതി നൽകുന്ന വരദാനമായി കണ്ടുകൊണ്ട് ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായി സ്വാർത്ഥതയില്ലാതെ ഈ കർമ്മങ്ങളെ ധാർമ്മികമായി അനുഷ്ഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന ആത്മീയത. ഏറ്റവും പ്രധാനമായിട്ട് ഓരോ മനുഷ്യനും ചെയ്തിരിക്കും. രാജാവായാലും പ്രജകളായാലും ശൂദ്രനായാലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ഭേദവുമില്ലാതെ, ഒരു ജാതി, ഒരു വർഗ വിവേചനവുമില്ലാതെ എല്ലാവരും സ്വധർമാനുഷ്ഠാനത്തിൽ മടിവരരുത്. സ്വധർമ്മം അനുഷ്ഠിക്കാൻ, ആത്മീയതയെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നത് ഒരിക്കലും മുക്തിക്കുള്ളൊരു മാർഗമല്ല. നമ്മൾ ഭഗവാന്റെ തന്നെ ജന്മങ്ങളെ, അവതാരങ്ങളെ നോക്കിയാൽ കാണാലോ, ഭഗവാൻ എടുത്ത അവതാരങ്ങളൊന്നും വെറുതെ ഇരുന്ന് ഒരു ആചാര്യനായിക്കൊണ്ട് ജീവിക്കുന്നതായിരുന്നില്ല അല്ലേ. എല്ലാ ജന്മങ്ങളിലും ഭഗവാൻ കർമ്മം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതൊക്കെ റോള്, ഇപ്പോൾ കൃഷ്ണനെ തന്നെ നമ്മൾ എടുക്കുക, നമുക്ക് ദ്വാപര യുഗമാണല്ലോ തൊട്ട് മുന്നേ വരുന്നത്. അതിൽ തന്നെ ഭഗവാൻ എടുത്ത ഭൂമിയിൽ ഭഗവാൻ ജീവിക്കുമ്പോൾ എന്തൊക്കെ കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്തത് അല്ലേ. രാജാവായിരിക്കുമ്പോൾ തേരാളിയായി പോവുക ആർക്കാ സാധിക്കുക? ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ രാജാവ് ഒരു യുദ്ധത്തിൽ, ആ യുദ്ധത്തിൻ്റെ നയിക്കുന്ന പ്രധാന പോരാളിയെ പിന്നിലിരുത്തിയിട്ട് തേര് തെളിക്കുന്ന തേരാളിയായിട്ട് ഇരിക്കുകയാണ്. ആര് ചെയ്യും? ഇങ്ങോട്ടിറങ്ങാനും എത്ര മുകളിലേക്ക് കയറാനും ഭഗവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആടിനെ മേച്ച്, കാലികളെ മേച്ചു നടന്നതും ഒരേ ഭഗവാൻ, വെണ്ണക്കട്ട് തിന്നതും ഒരേ ഭഗവാൻ, രാജാവായതും ഒരേ ഭഗവാൻ, എല്ലാ തേരാളിയായതും ഒരേ ഭഗവാൻ. എന്തൊക്കെ റോളുകളാണ് ഭഗവാൻ എടുത്തേ, എന്തൊക്കെ കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്തേ. അപ്പോൾ സ്വധർമ്മ അനുഷ്ഠാനമാണ് ഏറ്റവും പ്രധാനമായിട്ട്, അതൊരു രാജാവാണെങ്കിലും ജനങ്ങളാണെങ്കിലും ചെയ്തിരിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പൃഥുമഹാരാജാവ് നമുക്ക് കാണിച്ചു തരികയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും അത് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് പൃഥുവിൻ്റെ നിർദ്ദേശം, ശാസനകൾ എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ശ്ലോകം 21. രാജോവാച, പൃഥുമഹാരാജാവ് പറയുകയാണ്. ആ മീറ്റിങ്ങിൽ, ആ സമ്മേളനത്തിൽ ഇരുന്നിട്ടാണ് ഈ പറയുന്നത്. സ
സഭ്യാഹ ശൃണുത ഭദ്രം വഹ സാധവഃ യഹ ഇഹ ആഗതാഃ സത്സു ജിജ്ഞാസുഭിഃ ധർമ്മം ആവേദ്യം സ്വമനീഷിതം. സഭ്യ, അല്ലയോ സഭയിലെ മാന്യരായ അംഗങ്ങളെ, ദേവന്മാരും ബ്രഹ്മർഷിമാരും ദേവർഷിമാരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അല്ലയോ സഭയിലെ മാന്യമായ അംഗങ്ങളെ, ശൃണുതഃ, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഭദ്രം വഹ, നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. എന്നിട്ട് പറയാണ് സാധവഃ, സജ്ജനങ്ങളായ യഹ, ആരൊക്കെയാണോ ഇഹ ആഗത, ഇവിടെ എത്തിയിട്ടുള്ള സജ്ജനങ്ങളായ ആരൊക്കെയാണോ നിങ്ങൾക്കെല്ലാവർക്കും മംഗളങ്ങൾ ഉണ്ടാവട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് പറയാണ് സത്സു എന്ന് വെച്ചാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് സജ്ജനങ്ങൾ. ജിജ്ഞാസുഭിഹി ധർമ്മം, അതായത് ധർമ്മത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച്, ധാർമ്മിക തത്വങ്ങളെക്കുറിച്ച് ജിജ്ഞാസുബി എന്ന് വെച്ചാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. എനിക്കെല്ലാം അറിയാം, ഇനി ആര് പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല ചെയ്യാന്ന്. എനിക്കെല്ലാം അറിയാം, എനിക്ക് എല്ലാം അറിയാൻ പറ്റിയിട്ടുണ്ട്, ഇനി ആര് പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല ശരിക്കും ചെയ്യാം. ജിജ്ഞാസുഭിഹി ധർമ്മം, ധർമ്മത്തെക്കുറിച്ച് നന്നായി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. സ്വമനീഷിതം, അവൻ്റെ സ്വന്തം അഭിപ്രായം. അപ്പം രാജാവ് പറയാണ് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം ആവേദ്യം എന്ന് വെച്ചാൽ ഇതേ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. സത്സു, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഞാൻ എല്ലാ ധർമ്മത്തെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടല്ല ഇരിക്കുന്നത്. ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ട് എൻ്റെ മനസ്സിലുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ്, ഇപ്പം ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അറിവ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക്, അപ്പോൾ മഹർഷിമാരും ദേവർഷിമാരും ബ്രഹ്മർഷിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉടനെ അവർക്കത് തിരുത്തി തരാം. അതിൻ്റെ മുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അതൊക്കെ അവർക്ക് പറയുകയും ചെയ്യാം. അതാണ് യഥാർത്ഥത്തിൽ അറിവുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടതെന്ന്. എനിക്കെല്ലാം അറിയാം, ഇനി വേറെ ആരും ഒന്നും പറഞ്ഞു തരണ്ട എന്ന് വിചാരിച്ച് മറ്റുള്ള നമ്മളെക്കാൾ അറിവുള്ളവർ പറഞ്ഞു തരുന്ന അറിവിനെ എടുക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത്രയും വലിയ രാജാവ് പോലും പറയുന്നത് ഞാൻ ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്, അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ. അത് കേട്ടിട്ട് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം എൻ്റെ അറിവ് കൂടുതൽ കൂടി. ധർമ്മത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സത്യങ്ങളെ ഇവിടെ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എത്ര താഴ്മയോട് കൂടിയിട്ടാണ് സംസാരിക്കണേന്ന് ആലോചിക്കും. എനിക്ക് എല്ലാ അറിവും ഉള്ളവൻ എന്ന അഹങ്കാരം ഒട്ടുമില്ലാതെ എത്ര താഴ്മയോടുകൂടി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് എൻ്റെ അറിവ് ഞാനിവിടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി, അതിനേക്കാൾ വലിയ അറിവുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ എൻ്റെ അറിവും കൂടുമല്ലോ. അതുകൊണ്ട് ഞാൻ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പൃഥു മഹാരാജാവ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. ധർമ്മം. എന്താണ് ധർമ്മം എന്ന് പൃഥു മഹാരാജാവ് പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പം ധർമ്മത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ, സനാതനധർമ്മം എന്താണെന്നൊക്കെ. അപ്പം ധർമ്മത്തെക്കുറിച്ച് പൃഥുവിൻ്റെ അഭിപ്രായമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ശ്ലോകം 22. അഹം ദണ്ഡധരഃ രാജാ പ്രജാനാമിഹ യോജിതഃ രക്ഷിത വൃത്തിദഃ സ്വേഷു സേതുഷു സ്ഥാപിത പൃഥക്. അഹം, ഞാൻ, ദണ്ഡധരഃ രാജ, ചെങ്കോൽ കയ്യിലേന്തിയിട്ടുള്ള രാജാവ്. ദണ്ഡധരഃ, പ്രജകളെ സംരക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ കഴിവുള്ള ചെങ്കോൽ കയ്യിലേന്തിയ രാജാവാണ്. ഇഹ, ഈ ലോകത്ത്, പ്രജാനാം, പ്രജകളുടെ സംരക്ഷകനായ രാജാവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ യോജിതഃ, ആ സംരക്ഷണ കർമ്മത്തിൽ മുഴുകിയാണ് ഞാൻ ജീവിക്കുന്നത്. രക്ഷിത, പ്രജകളുടെ രക്ഷിതാവും. വൃത്തിത എന്ന് വെച്ചാൽ തൊഴിൽ, പ്രജകൾക്ക് ഉപജീവന മാർഗം, തൊഴിൽ ദാതാവ്, ജനങ്ങളുടെ തൊഴിൽ ദാതാവും ഞാനാണ്. സ്വേഷു എന്ന് വെച്ചാൽ അവരവരുടെ സ്വന്തം. സേതുഷു, അവരവരുടെ സ്വന്തം സാമൂഹിക, സേതുഷു എന്നാൽ സാമൂഹിക ക്രമങ്ങൾ, ആ ക്രമങ്ങൾക്കനുസരിച്ച് പൃഥക്, വെവ്വേറെ സ്ഥാപിത, നിലനിർത്തുന്നവനാണ് ഞാൻ. സ്ഥാപിത എന്ന് വെച്ചാൽ നിലനിർത്തുക, സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ആ രാജാവ് പറഞ്ഞത് ഞാൻ
ഈ പ്രജകളുടെ സംരക്ഷകനും രക്ഷിതാവും പ്രജകൾക്ക് തൊഴിൽ ഉപജീവന മാർഗം നൽകിയവനുമാണ്. ഇനി അത് എങ്ങനെയാണ് നൽകിയത്? എല്ലാവരും ഒരേ തൊഴിൽ ചെയ്യാനല്ല, ഓരോരുത്തരുടെയും സ്വന്തം കഴിവിനനുസരിച്ച്, അതാണ് ശേഷു സ്വന്തം, സേതുഷു കഴിവിനനുസരിച്ച് ഒരു വ്യവസ്ഥയുണ്ടല്ലോ സമൂഹത്തിൽ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇനി ഇതിൽ തന്നെ പല പല ഈ കന്നുകാലി മേയ്ക്കുന്നവരുണ്ട്, ഖനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കൃഷിക്കാരുണ്ട്, സൈനികരുണ്ട്, പല പല മലയോരങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. അങ്ങനെ സ്വേഷു സേതുഷു ഓരോരുത്തരുടെയും സ്വന്തം കഴിവിനനുസരിച്ച് അവരവർക്ക് ജീവിക്കാനുള്ള പൃഥക് വെവ്വേറെ മാർഗങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക്, അതായത് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംരക്ഷകനും അവർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്ത അവരുടെ ചെങ്കോലേന്തിയ രാജാവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഈ സ്വധർമ്മം, എൻ്റെ കർമ്മം, ഞാൻ രാജാവാണ്, എൻ്റെ കർമ്മം ഇതാണ്, ഇത് ചെയ്യുക എന്നതാണ്. ഈ കർമ്മത്തിൽ മുഴുകിയാണ് ഞാൻ ജീവിക്കുന്നത്. മുഴുകി ജീവിക്കുക എന്ന് വെച്ചാൽ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ മുഴുകുക എന്നല്ല, ആ കർമ്മത്തിൽ മുഴുകുക. മനസ്സിലായോ? അതായത് അറ്റാച്ച്മെന്റ്, കർമ്മത്തിനോട് ഒരുപാട് എനിക്കതൊക്കെ ചെയ്യണം, എനിക്ക് ഞാൻ എന്നത് കളഞ്ഞിട്ട് ആ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, എന്നാൽ സംഘമില്ലാതെ ചെയ്യണം എന്ന ഭാവത്തിൽ ആ കർമ്മത്തിൽ മുഴുകി ജീവിക്കുന്ന രാജാവാണ് ഞാൻ എന്നാണ് പൃഥു ആദ്യം പറഞ്ഞത്. അപ്പോൾ ഒരു രാജാവിൻ്റെ ധർമ്മം എന്തെന്ന് പൃഥു പ്രസ്താവിച്ചു അല്ലേ? ജനങ്ങളുടെ രക്ഷിതാവ്. ജനങ്ങൾക്ക് വെറുതെ ഇങ്ങനെ പൈസ കൊടുത്ത് ഇനി സുഖമായിട്ട് ജീവിച്ചു എന്ന് പറയല്ല, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള ജോലി ചെയ്യാൻ വേണ്ട ഒരു സാമൂഹിക ക്രമത്തെ ഉണ്ടാക്കിയാൽ അതാത് കഴിവുള്ളവർ അതാത് ജോലികൾ ചെയ്ത് അവരവരുടെ കുടുംബം പോറ്റാനുള്ള ഉപജീവന വരുമാന മാർഗത്തെ ഉണ്ടാക്കി അവരെല്ലാവരും സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക. അതാണ് യഥാർത്ഥ ധർമ്മം. അപ്പോൾ ഇവിടെ കഷ്ടപ്പെടുന്നവനെ പൈസ കൊടുത്ത് സഹായിക്കുക എന്നതിനേക്കാൾ ഉപരി ചെയ്യേണ്ടത് അവന് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗത്തിനുള്ള വഴി എന്താണോ, അതായത് ഒരു ജോലി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരാളോട് റെക്കമെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അവൻ്റെ കുടുംബം പോറ്റാനുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒരു കർമ്മം, അങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഒരു രാജാവിൻ്റെ ധർമ്മം. ഈ ധർമ്മത്തിൽ മുഴുകിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആത്മീയതയിൽ മുഴുകിയോ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. മോക്ഷത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മുക്തി നേടണമെങ്കിലുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് കർമ്മം ഉപേക്ഷിച്ച് പോവലല്ല, കർമ്മം ചെയ്യുക, അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ട് കർമ്മം ചെയ്യുക. അതാണ് യഥാർത്ഥ ധർമ്മം എന്ന് പൃഥു മഹാരാജാവ് പറഞ്ഞു തരികയാണെന്ന്. അതാണ് യഥാർത്ഥ ധർമ്മം. ഇനി ഞാൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ജനങ്ങൾ വഴിതെറ്റും. അപ്പോൾ അത് എനിക്കും ദോഷം ചെയ്യും, ജനങ്ങൾക്കും ദോഷം ചെയ്യും. അതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ശ്ലോകം 23. തസ്യ മേ തദനുഷ്ഠാനാത് യാൻ ആഹു ബ്രഹ്മവാദിനഃ ലോകാഹ സ്യുഹ കാമസന്തോഹ യസ്യ തുഷ്യതി ദുഷ്ടദൃക്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ, അപ്പോൾ പൃഥു മഹാരാജാവ് പറയാണ്, ഞാൻ എൻ്റെ കർമ്മത്തിൽ അങ്ങനെ സ്വധർമ്മത്തിൽ അങ്ങനെ മുഴുകി ജീവിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? അതാണ് പറയുന്നത് കേട്ടാ. തസ്യ എന്ന് വെച്ചാൽ അവർ, മേ എനിക്ക്, അനുഷ്ഠാനാത് എന്ന് വെച്ചാൽ സ്വധർമ്മം ചെയ്യുന്നതിലൂടെ. അപ്പം എൻ്റെ ഭൂമി, രാജ്യത്തിലെ പൃഥുവിൻ്റെ രാജ്യം എന്ന് വെച്ചാൽ ഭൂമി മുഴുവനും, ഭൂമിയിലെ ജനങ്ങൾ മുഴുവനും, തസ്യ എന്ന് വെച്ചാൽ അവർ, അനുഷ്ഠാനാത് അവരവരുടെ കർമ്മം, അവർക്കെല്ലാവർക്കും വേണ്ട ഉപജീവന മാർഗം പൃഥു ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവരവരുടെ സ്വധർമ്മം, ആ കർമ്മം ചെയ്ത് പണം ഉണ്ടാക്കി കുടുംബത്തെ പോറ്റി, ആരായിട്ടാണോ ജനിച്ചത്, അവർ ജനിക്കുമ്പോൾ പ്രകൃതിദത്തമായി കിട്ടിയ കഴിവുണ്ടല്ലോ, ആ കഴിവിനനുസരിച്ചുള്ള ജോലി ചെയ്ത് കുടുംബത്തെ പരിപാലിച്ച് ജീവിക്കുന്ന ആ സ്വധർമ്മം ചെയ്യുന്നതിലൂടെ എനിക്ക് യാൻ ആഹു ബ്രഹ്മവാദിനഃ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞന്മാർ പറയുന്ന, യാൻ എന്ന് വെച്ചാൽ ഏത് ലോകത്തെ, ആഹു എന്ന് വെച്ചാൽ പറയാ ബ്രഹ്മജ്ഞന്മാര്, വേദജ്ഞന്മാരൊക്കെ പറയപ്പെടുന്ന ഒരു ലോകമുണ്ടല്ലോ, ആ ലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. കാരണം എൻ്റെ പ്രജകള് സ്വധർമാനുഷ്ഠാനം ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് സ്വധർമാനുഷ്ഠാനം ചെയ്യാനുള്ള ഒരു വഴി ഞാൻ തുറന്നു കൊടുത്താൽ എന്താ സംഭവിക്കുക? അവർക്കൊക്കെ സ്വധർമ്മം, അവരവരുടെ കർമ്മം സ്വധർമ്മമായി കണ്ടുകൊണ്ട് അവരനുഷ്ഠിക്കുക. അതിനുള്ളൊരു വഴി രാജാവ് എന്ന നിലയിൽ ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ ബ്രഹ്മർഷിമാരൊക്കെ പറയുന്ന ഒരു ഊർധ്വലോകം ഉണ്ടല്ലോ, ഒരു പുണ്യലോകം, സ്വർഗലോകം, അത് അവർ പറയുന്ന ആ ലോകത്തെ, അത് ഏത് ലോകമാണ് ആ ലോകത്തെ, അതാണ് പിന്നത്തെ വരിയിൽ പറയുന്നത്, ലോകാഹ സ്യു, ആ പുണ്യലോകങ്ങളിൽ
കാമസന്തോഷം, എല്ലാ ആഗ്രഹങ്ങളെയും അനുഭവിച്ച് സന്തോഷിച്ച് പൂർണ്ണ തൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയും. യസ്യ, ആരിൽ, തുഷ്യതി ദിഷ്ടദൃക്ക്, ആരിൽ തുഷ്യതി എന്ന് വെച്ചാൽ സംതൃപ്തനാകുമോ, ദിഷ്ടദൃക്ക് എന്ന് വെച്ചാൽ എല്ലാ കർമ്മങ്ങളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന സകലവരുടെയും കർമ്മങ്ങൾ കണ്ടുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാൻ, യസ്യ, ആരിലാണോ തുഷ്യതി സംതൃപ്തനാകുന്നത്, അവർക്ക് ആ ഭഗവാൻ നൽകുന്ന പുണ്യലോകങ്ങളുണ്ടല്ലോ, സുഖം അനുഭവിക്കുന്ന ആ ലോകങ്ങളെ എനിക്കും അനുഭവിക്കാൻ പറ്റും, എൻ്റെ പ്രജകൾക്കും അനുഭവിക്കാൻ പറ്റും. ഞാൻ അവർക്ക് അങ്ങനെ ഒരു വഴി തുറന്നു കൊടുക്കുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? കട്ടും മോഷ്ടിച്ചും ജീവിക്കാൻ പോവില്ല. അവരവരുടെ സ്വധർമാനുഷ്ഠാനം നിർവഹിച്ച് അവർക്കൊക്കെ ഉപജീവന മാർഗമുണ്ട്, അവരുടെ കഴിവിനനുസരിച്ചുള്ള തൊഴിലുണ്ട്, അത് രാജാവ് ഉണ്ടാക്കി കൊടുത്തു, അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തു, സാമൂഹിക ക്രമം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവർ ആ കർമ്മത്തെ അനുഷ്ഠിച്ച് അവരുടെ കുടുംബത്തെ പോറ്റി അവർ ജീവിക്കുമ്പോൾ അവർ സ്വധർമ്മം അനുഷ്ഠിച്ച് കർമ്മം പൂർത്തിയാക്കി പോകുന്നവരാണ്. തത്ഫലമായിട്ട് അവരിൽ ആര് സംതൃപ്തനാകുന്നു? എല്ലാവരുടെയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന കർമ്മത്തെ സാക്ഷിയായി നോക്കിയിരിക്കുന്ന ആ ഭഗവാൻ അവരിൽ സംതൃപ്തനാവും. അപ്പോൾ ആ ഭഗവാൻ അവർക്ക് പുണ്യലോകം, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന പുണ്യലോകങ്ങളിലേക്ക് അവർ മരണശേഷം അവരുടെ സൂക്ഷ്മ ശരീരം ആ പുണ്യലോകങ്ങളിൽ ചെന്നപ്പെടും. അതേ പുണ്യലോകം എനിക്കും കിട്ടും. കാരണം ഞാനാണ് അവർക്ക് അതിനുള്ള വഴി എൻ്റെ സ്വധർമ്മമായി കണ്ടുകൊണ്ട് രാജാവ് എന്ന നിലയിൽ അവർക്കുള്ള ഉപജീവന മാർഗം ഞാൻ ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് എൻ്റെ പ്രജകൾ ആ സ്വധർമാനുഷ്ഠാനം പൂർത്തിയാക്കുന്നതിലൂടെ ഈ ബ്രഹ്മജ്ഞാന്മാരൊക്കെ പറയുന്ന പുണ്യലോകങ്ങളുണ്ടല്ലോ, എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന പുണ്യലോകങ്ങൾ ഭഗവാൻ അനുഗ്രഹിച്ച് അവരെ ആ പുണ്യലോകങ്ങളിലേക്ക് എത്തിക്കും, എന്നെയും എത്തിക്കും അതിലൂടെ. അപ്പം ഞാൻ രാജാവെന്ന നിലയിൽ എൻ്റെ സ്വധർമ്മം ചെയ്യുന്നതിലൂടെ, അതുപോലെ പ്രജകൾ എന്ന നിലയിൽ അവരവരുടെ കർമ്മം ഭംഗിയായി നിർവഹിച്ച് ആ ജന്മത്തിലെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ ഞാനും അവരും ആ ഭഗവാൻ ഞങ്ങളിലൊക്കെ രാജാവെന്ന നിലയിൽ എന്നിലും പ്രജകളിലും സംതൃപ്തരായിട്ട് ഞങ്ങളെയൊക്കെ എല്ലാ കാമങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന പുണ്യലോകങ്ങളിലേക്ക് എത്തിക്കും. അതാണ് അവിടെ സംഭവിക്കുക. സ്വധർമാനുഷ്ഠാനം പൂർത്തിയാക്കുമ്പോൾ ഊർധ്വലോകങ്ങളിൽ പുണ്യം അനുഭവിക്കാനായിട്ടാണ് ചെല്ലുക. പിന്നീട് ഈ ഭൂമിയിൽ ഒരു ജന്മം എടുത്താലും ഇതേപോലെ നല്ലൊരു സുഖമായിട്ടുള്ളൊരു ജീവിതം ഭൂമിയിൽ ജീവിക്കുന്നത് കാണാം. അതാണ് സ്വധർമ്മം ചെയ്യുന്നതിലൂടെ. കർമ്മം എന്താണോ എൻ്റെ കർമ്മം. ഇനി ഇവിടെ ഒരു മിസ്റ്റേക്ക് ആൾക്കാർക്ക് പറ്റും. മനസ്സ് നമ്മളെ മായയിൽ പെടുത്തി കളയുന്ന ഒരാളാണല്ലോ. കഴിവ് ഇന്നതായിരിക്കും, പക്ഷെ ആഗ്രഹം വേറെയായിരിക്കും. ടീച്ചറാവാൻ കഴിവുള്ള ഒരാൾ ഡോക്ടറാവാൻ ആഗ്രഹിച്ചാൽ പറ്റുമോ? ജന്മസിദ്ധമായിട്ട് പ്രകൃതിദത്തമായി ജനിക്കുമ്പോൾ ആ വ്യക്തിയിലുള്ള കഴിവ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ, പക്ഷെ മനസ്സുകൊണ്ട് ആ ആൾക്ക് ഒരു ഡോക്ടറാവാനാണ് ആഗ്രഹമെങ്കിൽ എന്തായിരിക്കും കുഴപ്പം? അപ്പം മനസ്സിങ്ങനെ വഴി തെറ്റിക്കാറുണ്ട്. അപ്പം മനസ്സ് പറയുന്നതനുസരിച്ച് അതിൻ്റെ പിന്നാലെ പോവുകയല്ല വേണ്ടത്. എന്താ പറയുക, നമ്മൾ ചോക്കുമലയിൽ ഇരുന്നിട്ട് ചോക്കന്വേഷിച്ച് നടക്കുന്നത് പോലെ പറയില്ലേ, അതേപോലെ എൻ്റെ കഴിവ് എന്തിലാണോ അതിലെനിക്ക് ശോഭിക്കാൻ കഴിയുമെങ്കിൽ ആ കഴിവ് എന്തിലാണെങ്കിൽ ആ കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കർമ്മം അനുഷ്ഠിച്ച് അതിലൂടെ നമ്മുടെ കുടുംബത്തെ, ഉപജീവന മാർഗത്തെ ഭംഗിയാക്കി കൊണ്ടുപോയി അതിനെ നിലനിർത്തി നമ്മുടെ പൂർത്തീകരിക്കാം. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്തങ്ങൾ അല്ലേ. ആ കർമ്മങ്ങളെ ഭംഗിയായി പൂർത്തീകരിക്കുക. അവിടെ വേറെ എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും കർമ്മത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ഒട്ടും ശരിയായിട്ടുള്ള, മുക്തിക്ക് ഒരിക്കലും യോജ്യമായിട്ടുള്ള ഒരു മാർഗമേ അല്ല എന്നാണ് പറയുന്നത്. ആ സന്യാസം സ്വീകരിക്കാം. മനസ്സ് എല്ലാത്തിൽ നിന്നും വിമുക്തമായി സംഘമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം സ്വീകരിക്കേണ്ടതാ സന്യാസം. അല്ലാതെ ജീവിത പ്രതിസന്ധികളിൽ നിന്നും ഓടിയൊളിച്ച് സ്വീകരിക്കാനുള്ളതല്ല സന്യാസം എന്ന്. അപ്പോൾ സന്യാസം ആ തലത്തിലെത്തിയവനുള്ളതാണ്, അത് അവൻ്റെ ധർമ്മമാണ്. പക്ഷേ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം സന്യാസമല്ല, അത് സ്വധർമ്മം പൂർത്തിയാക്കലാണ്. ഇവിടെ പൃഥുവും ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് നയിക്കുന്നത് അല്ലേ. ഉത്തരവാദിത്തങ്ങൾ, കർമ്മങ്ങൾ, കുടുംബം, രാജ്യം ഇതൊക്കെ പൂർത്തീകരിക്കുക എന്നുള്ള കർമ്മമാണ് പൃഥു മഹാരാജാവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കർമ്മം ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ എൻ്റെ പ്രജകൾ അവരുടെ സ്വധർമ്മം പൂർത്തിയാക്കും. അപ്പോൾ അവർക്കും എനിക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ പുണ്യലോകങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. ഇനി
അങ്ങനെ ചെയ്തില്ല എങ്കിൽ പ്രജകൾക്കും രാജാവ് എന്ന നിലയിൽ എനിക്കും എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇവിടെ നമ്മളൊന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ. കുറേ വഴിപാട് ചെയ്തു, കുറേ നാമം ജപിച്ചാലും ഒന്നും മുക്തി കിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? മുക്തിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് കർമാനുഷ്ഠാനമാണ്. സ്വധർമ്മമായി കൊണ്ട് കർമ്മം ചെയ്യുക, അതാണ് മുക്തിക്ക് ആദ്യം വേണ്ട. മുക്തി നേടാനുള്ള ആദ്യത്തെ യോഗ്യത അതാണ്. അതുകൊണ്ടാണ് വേദങ്ങളിൽ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അതിനെ പുരുഷാർത്ഥം എന്നാൽ എന്താ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതായത് ഏറ്റവും അവസാനം മോക്ഷത്തിൽ എത്തണമെങ്കിൽ സന്യാസം സ്വീകരിച്ചൊക്കെ ഉപേക്ഷിച്ച് പോകുന്നല്ലോ പറഞ്ഞ്. ധാർമ്മികമായ രീതിയിൽ അർത്ഥം, പണം സമ്പാദിക്കണം. പണത്തിന് വാല്യൂ ഉണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. പണം ഇല്ലെങ്കിൽ ഒരു ആഗ്രഹവും നടക്കില്ല. നമ്മുടെ മനസ്സ് വളരെ നിരാശയിൽ പോവും. അപ്പോൾ ആത്മീയത പോലും പ്രകാശിക്കില്ല. അപ്പോൾ പണത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ പണം, ധാർമ്മികമായ രീതിയിൽ പണം സമ്പാദിക്കുക, കാമം, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുക. കണ്ടോ? അതിന് ശേഷമാണ് മോക്ഷം പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് വേദങ്ങളിൽ ഈ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നതും. ഇനി ശ്ലോകം 24. ഇത് ചെയ്തില്ല എങ്കിൽ, സ്വധർമ്മം ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നവന് വരുന്ന ദോഷം അതാ പറയുന്നത് കേട്ടാ. യഹ ഉദ്ധരേത് കരം രാജാ പ്രജാ ധർമ്മേഷു ആശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാദി സഹ. യഹ ഏതൊരു രാജാവാണോ ഉദ്ധരേത് കരം, ജനങ്ങളിൽ നിന്ന് ഒരുപാട് കരം, നികുതി പിരിച്ചു വാങ്ങുക. ജനങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കുന്നതിൽ നിന്ന് നികുതി വാങ്ങുക. എന്നിട്ട് ധർമ്മേഷു അശിക്ഷയൻ, ധാർമ്മികമായി സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള ഒരു വഴി ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാതിരിക്കുക. അതാണ് അശിക്ഷയൻ. അത് അവരെ പഠിപ്പിക്കാതെ, അവർക്ക് ധാർമ്മികമായി ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഉപജീവന മാർഗം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാതെ, അത് പഠിപ്പിക്കാതെ ഇരിക്കുകയും ചെയ്യുക ഒരു രാജാവ്. എന്നിട്ട് ജനങ്ങളിൽ നിന്നും വലിയൊരു നികുതി പിരിച്ചുവെടുക്കുകയും ചെയ്താൽ പ്രജാനാം ശമലം ഭുക്തേ, പ്രജകളുടെ പാപത്തെയും ആ രാജാവ് അനുഭവിക്കേണ്ടി വരും. അപ്പൊ പ്രജകൾ പാപം ചെയ്യും അല്ലേ? ജീവിക്കാൻ മാർഗമില്ല. എൻ്റെ കഴിവ് കൃഷിയാ, കൃഷിക്ക് വേണ്ട കൃഷിയിടങ്ങളില്ല, അതിന് വേണ്ട വിത്തുകളില്ല, വളങ്ങളില്ല, ഒന്നും ചെയ്യാനില്ലാണ്ട് വന്ന കൃഷിക്കാരൻ മോഷ്ടിക്കാൻ പോവും. ജീവിക്കണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു സ്വധർമ്മം ചെയ്യാനുള്ള വഴി കാണാതെ വരുമ്പോൾ ജനങ്ങൾ പാപം ചെയ്യും. അപ്പോൾ പ്രജകൾ ചെയ്യുന്ന പാപം ചെയ്യാൻ കാരണം എന്താ? രാജാവിൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കാതിരുന്നതാണല്ലോ. അപ്പോൾ പ്രജകളുടെ പാപം, പ്രജാനാം ശമലം ഭുങ്ക്തേ, രാജാവ് അനുഭവിക്കേണ്ടി വരും. ഒപ്പം സ്വം ഭഗം ച, സ്വന്തം ഭഗം എന്ന് വെച്ചാൽ സൗഭാഗ്യത്തെയും ജഹാദി സഹ, ആ രാജാവ് ഇല്ലാതാക്കി കളഞ്ഞു എന്ന്. സ്വയം അനുഭവിക്കേണ്ട, സ്വന്തം കർമ്മത്താൽ സ്വയം അനുഭവിക്കേണ്ട സൗഭാഗ്യങ്ങളെയും ഇല്ലാതാക്കുന്നു. അതോട് മാത്രമല്ല പ്രജകൾ ചെയ്യുന്ന പാപകർമ്മത്തിൻ്റെ ഫലത്തെ കൂടിയും അനുഭവിക്കേണ്ടി വരും ആ രാജാവിന്. പ്രജകളുടെ പാപത്തിൻ്റെ കർമ്മം പ്രജകൾക്കും കിട്ടും, പ്രജകൾ ചെയ്യുന്ന പാപത്തിൻ്റെ കർമ്മം രാജാവും അനുഭവിക്കേണ്ടി വരും. രാജാവിൻ്റെ സ്വന്തം കർമ്മത്തിൻ്റെ സുഖവും സൗഭാഗ്യവും രാജാവ് നശിപ്പിച്ചു കളഞ്ഞു. അപ്പം ഇതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ദോഷം മാത്രമാണ് വരുന്നത്. സ്വധർമ്മ അനുഷ്ഠാനം എന്ത് ആത്മീയതയുടെ പേരിലാണെങ്കിലും സ്വന്തം കർമ്മത്തെ ഉപേക്ഷിച്ച് പോകുന്നത്, സ്വധർമ്മം പൂർത്തിയാക്കാതെ പോകുന്നത് ന്യായമായ കാര്യമല്ല എന്ന് തന്നെയാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. ശ്ലോകം 25. തത് പ്രജാ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥം ഏവ അനസൂയവഃ കുരുതാ അദോക്ഷജതിയ തർഹിമേ അനുഗ്രഹഃ കൃതഃ. ഇനി പറയുന്നത് കേട്ടോ. തത് ആയതിനാൽ, പ്രജകൾ ഭർതൃപിണ്ഡാർത്ഥം, ഭർത്താവ് എന്ന് വെച്ചാൽ പതി, അപ്പോൾ പ്രജകളുടെ പതി എന്ന് വെച്ചാൽ രാജാവ്, രാജാവിൻ്റെ പിണ്ഡാർത്ഥം എന്ന് വെച്ചാൽ മരണാനന്തരം രാജാവിന് നല്ലൊരു മുക്തി അല്ലെങ്കിൽ നല്ലൊരു ക്ഷേമം ലഭിക്കുന്നതിനായി എന്ത് ചെയ്യണം? പ്രജകൾ സ്വാർത്ഥം, സ്വന്തം കർമ്മങ്ങളെ, സ്വയം അവനവനിൽ നിക്ഷിപ്തമായി ജനിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ ജോലികളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ അനസൂയവഹ, ഒരു അസൂയയുമില്ലാതെ, അദോക്ഷജതിയഹ, അദോക്ഷജൻ, ആ ഭഗവാനിൽ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ദിയഹ, ആ ഒരു സങ്കല്പമുള്ള ബുദ്ധിയോടെ കുരുത അനുഷ്ഠിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? തർഹി ആയതിനാൽ മേ അനുഗ്രഹ കൃതഃ, അപ്പോൾ രാജാവ് എന്ന നിലയിൽ എനിക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടും, പ്രജകൾക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും, പൃഥു എല്ലാവരോടും കൂടി പറയാണ്, നിങ്ങളെല്ലാവരും
നിങ്ങളുടെ പതിയായിട്ടുള്ള രാജാവിന് മരണാനന്തരം നല്ലത് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രാഹ്മണന്മാർ അവരുടെ, വൈശ്യന്മാർ അവരുടെ, ശൂദ്രർ അവരുടെ, അതുപോലെ ഓരോരുത്തരും അവനവനിൽ നിക്ഷിപ്തമായ കർമ്മത്തെ സ്വധർമ്മമായി ഇതെൻ്റെ കർമ്മമാണ്, ഇതാണ് ഞാൻ നിർവഹിക്കേണ്ടത്, അത് പൂർണ്ണ സംതൃപ്തിയോടെ ചെയ്യുക. മനസ്സ് പലപ്പോഴും പിന്നിലേക്ക് വലിക്കാൻ നോക്കും. പൂർണ്ണ സംതൃപ്തിയോടെ ആ കർമ്മത്തെ അവനാണോ വലുത്, ഇവനാണോ വലുത്, ഞാൻ താഴ്ന്നു പോവോ, ഈ ഈഗോ ഒന്നുമില്ലാതെ, അസൂയയില്ലാതെ, എല്ലാം അദോക്ഷജതിയ ഭഗവാനിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ സങ്കല്പമുള്ള ബുദ്ധിയോടെ, ആ മനസ്സോടെ സ്വധർമ്മമായി നിങ്ങൾ ആ കർമ്മത്തെ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ ചെയ്താൽ നിങ്ങളും പുണ്യലോകങ്ങളിലെത്തും, എനിക്കും അതിൻ്റെ അനുഗ്രഹമുണ്ടാകും. അപ്പം മരണശേഷം പൃഥുവിനും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും എന്ന് രാജാവ് പറഞ്ഞു. അപ്പം ധർമ്മത്തെക്കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് പരാമർശിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പല ഭരണാധികാരികൾക്കും എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പം നമ്മൾ ഭഗവാൻ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് വേർതിരിച്ചത് ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഓരോ മനുഷ്യനും പ്രകൃതിദത്തമായി ജനിക്കുമ്പോൾ തന്നെ ചില കഴിവുകൾ കിട്ടും. ഏത് ജോലി ചെയ്യാൻ കഴിവുള്ളവനായിട്ടാണോ അവൻ ജനിച്ചത്, ആ കർമ്മം ചെയ്യാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 വർഗങ്ങളായി ഭഗവാൻ വിഭജിച്ചത്. വേദങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ആ ബ്രഹ്മത്തെ അറിഞ്ഞ് അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള, യോഗ്യതയുള്ള, അതിനുള്ള കഴിവുള്ളവരാണ് ബ്രാഹ്മണരാവേണ്ടത്. അല്ലാതെ അച്ഛനും അമ്മയും ബ്രാഹ്മണനായതുകൊണ്ട് ജനിക്കുന്ന മകൻ ബ്രാഹ്മണനല്ല. അതല്ല ഭഗവാൻ പറഞ്ഞ രീതി. എത്രയോ അകന്നു പോയി അല്ലേ ഭഗവാൻ പറഞ്ഞ രീതിയിൽ നിന്ന്. അതുപോലെ ക്ഷത്രിയനാവേണ്ടത് ആ സ്വന്തം നാടിനും ജനങ്ങൾക്കും സംരക്ഷണം നൽകണം എന്ന് അതിൽ ആ ഒരു കർമ്മത്തിൽ രക്തം തിളയ്ക്കുന്നത് ആരിലാണോ അവനാണ് ക്ഷത്രിയനാവേണ്ടത്. അല്ലാണ്ട് കൂട്ടുകാരുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ നിർബന്ധത്തിനല്ല പട്ടാളത്തിൽ ചേരേണ്ടത്. രാജ്യ സംരക്ഷണം, അല്ലെങ്കിൽ മന്ത്രിയാവുക, അല്ലെങ്കിൽ ഓരോ പൊളിറ്റിക്കൽ പാർട്ടി, അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരേണ്ടത് മറ്റൊരാളുടെയും നിർബന്ധത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ മറ്റൊരു പദവിക്ക് വേണ്ടിയോ ആയിരിക്കരുത്. ജനങ്ങളെ സംരക്ഷിക്കുക. ഇപ്പം പൃഥു പറഞ്ഞില്ലേ, ജനങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങൾക്ക് വേണ്ട ഉപജീവന മാർഗത്തെ ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുത്ത് സ്വധർമാചരണത്തിനായിട്ടുള്ള വഴി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിവ് ഉള്ളവനാണ് ക്ഷത്രിയനായിട്ടിരിക്കേണ്ടത്. അല്ലാത്തവരിയ്ക്കാൻ പാടില്ല. അച്ഛനോ അമ്മയും ക്ഷത്രിയനായതുകൊണ്ട് മകനോ മകളോ ക്ഷത്രിയരായില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതല്ല അല്ലേ. അച്ഛനും അമ്മയും ബ്രാഹ്മണനാണെങ്കിൽ ജനിക്കുന്ന കുട്ടി ബ്രാഹ്മണൻ, അച്ഛനും അമ്മയും ക്ഷത്രിയനാണെങ്കിൽ, അതായത് ആ ഒരു രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ സൈനിക മേഖലയിലാണെങ്കിൽ ജനിക്കുന്ന കുട്ടി അതേ വഴി, ബ്രാഹ്മണരാണെങ്കിൽ ജനിക്കുന്ന കുട്ടി അതേ വഴി. ഇനി വൈശ്യര് ബിസിനസ് ചെയ്യുന്നവരാ, വ്യാപാരി വ്യവസായികളാ, അവർക്ക് ജനിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ ആ കഴിവായിരിക്കില്ല. പക്ഷേ അച്ഛനും അമ്മയും അച്ഛൻ ചെയ്യുന്ന ബിസിനസ്സിനെ പിന്തുടർന്നു പോകുന്നു. മക്കൾക്ക് ആ കഴിവില്ലെങ്കിൽ ആ വ്യവസായം പൊട്ടിപ്പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ തെറ്റായൊരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാതി, മതം, ഇതിൻ്റെ പിന്നിൽ ഇതാണ് നമ്മുടെ ജീവിത രീതിയെ നയിക്കുന്നത് അല്ലേ. അതിനേക്കാൾ ഉപരി ഓരോ വ്യക്തികളും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവൻ്റെ കഴിവെന്താണോ ആ കഴിവിനനുസരിച്ചുള്ള കർമ്മത്തെ അനുഷ്ഠിക്കുക എന്നതാണ് ഭഗവാൻ അന്ന് പറഞ്ഞു വെച്ച വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത്. അതല്ല ഇന്ന് പക്ഷേ നടക്കുന്നത്. അപ്പോൾ യൂയം ശ്ലോകം 26 യൂയം തത് അനുമോദധ്വം പിതൃദേവർഷയ അമല കർത്തു ശാസ്തു അനുജ്ഞാതു തുല്യം യത് പ്രേത്യ തത്ഫലം. യൂയം, അപ്പോൾ പൃഥു മഹാരാജാവ് പറയാണ്, അപ്പോൾ നിങ്ങൾ, യൂയം എന്ന് വെച്ചാൽ നിങ്ങൾ, തത് അനുമോദത്വം, തത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എൻ്റെ ധർമ്മം ജനങ്ങളെ സംരക്ഷിക്കുക, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങളും സ്വധർമാനുഷ്ഠാനം പൂർത്തിയാക്കും, അവരും ഞാനും പുണ്യലോകങ്ങളിലെത്തും. ഞാനത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ അവരും നശിച്ചു പോകും, ഞാനും എൻ്റെ സൗഭാഗ്യവും നശിക്കും, അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഇനി രാജാവിനെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജനങ്ങളും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കർമ്മത്തെ അസൂയയില്ലാതെ, അതായത് രാജാവായ എനിക്ക്
മരണാനന്തരം ഒരു ക്ഷേമം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മത്തെ അസൂയയില്ലാതെ ഭഗവാനിൽ അർപ്പിച്ച സങ്കല്പത്തോടു കൂടിയിട്ട് ആ കർമ്മത്തെ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എനിക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടും. എന്നിട്ട് പറയാണ് യൂയം, നിങ്ങളെല്ലാവരും തത്, ഞാൻ ഈ പറഞ്ഞതിനെ അനുമോദത്വം എന്ന് വെച്ചാൽ അംഗീകരിച്ചാലും, പിതൃക്കളെ, ദേവർഷയഃ ദേവർഷിമാരെ, അതുപോലെ ദേവഃ ദേവന്മാരെ, ഋഷയഃ ഋഷിമാരെ, അമല നിർമ്മലരായ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞതിനെ അനുമോദത്വം എന്ന് വെച്ചാൽ അംഗീകരിച്ചാലും എന്ന്. എന്നിട്ട് പറയാണ് കർത്തും, എന്നിട്ട് അവസാനത്തെ വരി പറയുന്നത് കേട്ടോ, കർത്തുഹു ഈ സ്വധർമ്മ അനുഷ്ഠാനം ചെയ്യുന്നവൻ, കർത്തുഹു എന്ന് വെച്ചാൽ അത് ചെയ്യുന്ന കർത്താവും, ശാസ്തുഹു അത് പറഞ്ഞു കൊടുക്കുന്ന, അതിന് വഴി കാട്ടി കൊടുക്കുന്ന, അതിനെ ആ സ്വധർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നവനും, അനുജ്ഞാതുഹു അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവനും, തുല്യം ചെയ്യുന്നവനെ പോലെ തന്നെ തുല്യമായിട്ട്, യത് പ്രേത്യാ തത്ഫലം, യത് അവൻ്റെ പ്രേത്യ എന്ന് വെച്ചാൽ മരണാനന്തരം, തത്ഫലം എന്ത് ഫലത്തെയാണോ സ്വധർമാനുഷ്ഠാനം പൂർത്തിയാക്കുന്നവൻ അവൻ്റെ മരണശേഷം ഏതൊരു ഫലത്തെയാണ് അനുഭവിക്കുന്നത് അത് തന്നെയാണ് അതിന് ആജ്ഞ നൽകുക, ആ സ്വധർമ്മം ചെയ്യൂ എന്ന് ആജ്ഞ നൽകുന്നവനും അതിനെ സഹായിക്കുന്നവനും അതേ ഫലത്തെ പ്രാപിക്കുമെന്ന്. അപ്പോൾ സ്വധർമാനുഷ്ഠാനം പൂർത്തിയാക്കുന്നവൻ മാത്രമല്ല, ആരാണോ ആ നിർദ്ദേശം പറഞ്ഞവന് കൊടുക്കുന്നത് അവനും, ഇനി അവന് സ്വധർമാനുഷ്ഠാനം പൂർത്തിയാക്കാൻ സഹായിക്കുന്നത് ആരൊക്കെയാണോ അവരും ഈ കർമ്മം ചെയ്ത് പൂർത്തിയാക്കുന്നവനെ പോലെ തന്നെ മരണശേഷം അവൻ എത്തിച്ചേരുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും അതേ ഫലത്തെ തന്നെ ഇവരും, ഈ സഹായിക്കുന്നവരും അതിനുള്ള നിർദ്ദേശം പറഞ്ഞു കൊടുക്കുന്നവരും ഒക്കെ അതേ കർമ്മഫലത്തെ അല്ലെങ്കിൽ അതേ പുണ്യഫലത്തെ അനുഭവിക്കും എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അതിന് വിപരീത ഭാഗം, ആരാണോ അതിന് തടസ്സം നിൽക്കുന്നത് അപ്പോൾ അവരും അതേ ഫലത്തെ തന്നെയാണ്. അങ്ങനെ ഒരുവന് കർമ്മം ചെയ്യാൻ പറ്റാതെ വരുന്നത് ആരാണോ അവൻ അനുഭവിക്കുന്ന അതേ ഫലത്തെ അതിന് തടസ്സം നിൽക്കുന്നവരും അനുഭവിക്കും. ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ മുക്തിക്കുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യൽ തന്നെയാണ്, ഒഴിഞ്ഞു മാറിപ്പോവലല്ല. നമ്മുടെയൊക്കെ ജോലി, നമ്മുടെ കർമ്മം, നമ്മുടെ കുടുംബം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി ഈശ്വര സങ്കല്പത്തോടെ എല്ലാം. നമ്മൾ ദേവി മഹാത്മ്യം പറഞ്ഞത് ഓർക്കുക, അതിൽ പറയുന്നുണ്ടല്ലോ എന്താണ് ആ ഈശ്വര സങ്കല്പം, സമർപ്പണം എന്ന ഈശ്വര സങ്കല്പം. ഇന്ന് ഞാൻ എൻ്റേതെന്ന് വിചാരിക്കുന്ന എല്ലാം, അപ്പം അതിലെന്തൊക്കെ പെടും? എൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധി, എൻ്റെ കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പണം, ബാങ്ക് ബാലൻസ്, വീട്, ഭൂമി, എന്തൊക്കെയാണോ എൻ്റെ എന്ന് ഞാൻ വിചാരിക്കുന്നത് അതെല്ലാം ആ പ്രകൃതിക്ക് സമർപ്പിക്കുക, ആ ദേവിക്ക് സമർപ്പിക്കുക. മനസ്സുകൊണ്ട് കൊടുക്കുക. കാരണം ഞാൻ കൊണ്ടുവന്നതല്ല, ഞാൻ കൊണ്ടുപോവില്ല. ഈ ജീവിക്കുന്ന കാലത്ത് മാത്രം എനിക്കുള്ളതാ. അപ്പോൾ അത് തന്നതാരോ ആണല്ലോ, ഞാൻ കൊണ്ടുവന്നതല്ലെങ്കിൽ ആ തന്നത് എനിക്ക് അനുഭവിക്കാൻ വേണ്ടി ഇതിന് ഈ ജന്മത്തിൽ എനിക്ക് തന്നതിന് ഒരു മകനായി അല്ലെങ്കിൽ മകളായി ആ അമ്മയുടെ അല്ലെങ്കിൽ ഒരു ദാസിയായി നിന്ന് ഈ ജന്മത്തിൽ ജനിച്ചു മരിക്കുന്നതിനിടയിൽ അനുഭവിക്കുന്നു. ഇതാണ് ആ സങ്കല്പം. ഈ സങ്കല്പത്തോടു കൂടി ആ കർമ്മത്തെ അനുഷ്ഠിക്കുക. മനസ്സിലായ? അപ്പോഴാണ് കർമ്മം സ്വധർമാചരണമായിട്ട് മാറുന്നത്. എപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ സ്വധർമ്മമായിട്ട് മാറുന്നത്? ഈ സങ്കല്പത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ആ കർമ്മം സ്വധർമ്മമായി മാറി എന്ന്. ഇനി ശ്ലോകം 27. അസ്തി യജ്ഞപതിഹി നാമ കേശാജിത് അർഹസത്തമ ഇഹ അമൂത്ര ച ലക്ഷ്യന്തെ ജ്യോത്സ്യനാവതി ക്വചിത് ഭുവ ജ്യോത്സനാവത്യഃ ക്വചിത് ഭുവഃ. അസ്തി എന്ന് വെച്ചാൽ, എന്നിട്ട് പൃഥു മഹാരാജാവ് പറയുന്ന ഇത് കുറച്ച് ടഫാണ്. നമ്മളിപ്പോൾ ഒന്നും അറിയാണ്ട് വെറുതെ വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നല്ല ശ്രദ്ധിക്കണം. അസ്തി എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കുന്ന, യജ്ഞപതിഹി നാമ എല്ലാ യജ്ഞത്തിൻ്റെയും, യജ്ഞം മീൻസ് കർമ്മം, എല്ലാ കർമ്മത്തിൻ്റെയും പതിയായിട്ട് അതിനെയൊക്കെ നോക്കിയിരിക്കുന്ന, നിയന്ത്രിക്കുന്ന. കർമ്മം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും. മനസ്സിൻ്റെ കർമ്മം എന്ന് വെച്ചാൽ ചിന്തകൾ, ഓരോ സെക്കൻഡിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, പറയുന്ന വാക്കുകൾ, ഇതിനെയൊക്കെ നോക്കിയിരിക്കുന്ന, ഇതിൻ്റെയൊക്കെ നിയന്താവായിട്ടുള്ള ഒരു ആള്, നാമ, അങ്ങനെ ഒരു പതി എന്ന പേരിൽ അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ട്, തീർച്ചയാണെന്ന് പൃഥു മഹാരാജാവ് പറയണം. അങ്ങനെ ഒരാളുണ്ട്. അർഹസത്തമ, അതായത് അല്ലയോ ബഹുമാന്യരെ. അപ്പോൾ പൃഥു മഹാരാജാവ് പറയാണ്, അല്ലയോ ബഹുമാന്യരെ, കേശാജിത്, അങ്ങനെ ഉണ്ട് എന്ന് ചിലരുടെ അഭിപ്രായം. ചില ആളുകൾ പറയുന്നത് എല്ലാ കർമ്മത്തിനും പതിയായിട്ട് ഒരാളുണ്ട് എന്നാണ് ചിലരുടെ അഭിപ്രായം. ഇഹ
ഈ ലോകത്തിലും അമൂത്ര പരലോകത്തിലും ലക്ഷ്യന്തേ, അതായത് കാണാൻ കഴിയുന്ന, ക്വചിത്ത് കുറച്ചു പേരെ, ജ്യോത്സനാവത്യ ഭുവ, അതായത് ഭുവ എന്ന് വെച്ചാൽ കുറച്ച്, ക്വചിത് ഭുവ എന്ന് വെച്ചാൽ കുറച്ചു മനുഷ്യരെ, ജ്യോത്സനാവത്യ അത്രമാത്രം ശോഭിച്ചു നിൽക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് അവർ ഈ സങ്കല്പത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഈ ലോകത്തിലാണെങ്കിലും പരലോകത്തിൽ ചെന്നാലാണെങ്കിലും അവിടെയൊക്കെ വളരെയധികം ജ്യോത്സനാവത്യ എന്ന് വെച്ചാൽ പ്രകാശിച്ച് എല്ലാം കൊണ്ടും അനുഭവിച്ച് പ്രകാശിച്ച് നിൽക്കുന്ന ക്വചിത് ഭുവ കുറച്ചു പേരെ നമുക്ക് ലക്ഷ്യന്തേ കാണാൻ കഴിയും. അതിന് കാരണം അവർ ഇതുപോലെ സ്വധർമാചരണം പൂർത്തിയാക്കിയവരും മറ്റുള്ളവർക്ക് സ്വധർമ്മത്തെ പൂർത്തിയാക്കാൻ ആജ്ഞാനിർദ്ദേശം നൽകുകയും അതിനെ സഹായിക്കുകയും ചെയ്ത ആത്മാവാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത് എന്ന്. അതാണ് പറയുന്നത്. ചിലരുടെ അഭിപ്രായമുണ്ട്, ചില ആളുകൾ പറയും എല്ലാ കർമ്മത്തിനും പതിയായിട്ട് ഒരാൾ ഉണ്ടായിരിക്കും എന്ന് പറയില്ലേ, ആ ആളിൽ മനസ്സ് സങ്കല്പിച്ച് അങ്ങനെ ഒരാൾ എല്ലാ കർമ്മങ്ങളെയും നോക്കിക്കാണുന്ന ഒരാളുണ്ട് എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് സ്വധർമ്മ ആചരണം പൂർത്തിയാക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിൽ ജീവിച്ചാലും പരലോകത്തിൽ എത്തിയാലും അവരെ കാണുമ്പോൾ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അവരെ കാണുമ്പോൾ അവർ വളരെ പ്രകാശിച്ചു നിൽക്കുന്ന, എല്ലാം കൊണ്ടും അവർ വളരെ ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും സൗന്ദര്യവും എല്ലാം തികഞ്ഞ് വളരെ പ്രകാശിച്ച് നിൽക്കുന്ന അങ്ങനെ കുറച്ചു പേരെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവർ വിശ്വസിക്കുന്നത് എല്ലാ കർമ്മവും ഞാനാണ് ചെയ്യുന്നത്, എനിക്ക് അതിൻ്റെ ശക്തിയുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട് എന്നല്ല, എല്ലാ കർമ്മത്തെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ദേവി മഹാത്മ്യത്തിലെ വാക്ക്. എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശക്തിയിൽ സമർപ്പിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയാണ് അവർ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ലോകത്തിലും പരലോകത്തിലും പ്രകാശിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശ്ലോകം 28, 29. ഇനി ആ സങ്കല്പത്തിൽ ജീവിച്ച കുറച്ച് പേരുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 28, 29. മനോഹോ ഉത്താനപാദസ്യ ധ്രുവസ്യ അഭിമഹീപദേഹേ പ്രിയവൃതസ്യ രാജർഷേ അംഗസ്യ അസ്മത് പിതുഹു ഈദൃശാനാം അധ അന്വേഷാം അജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേ ച അഭി കൃത്യം അസ്തി ഗദാഭൃതഃ. മനോഹോ സ്വയംഭുവ മനു, ഉത്താനപാദ മഹാരാജാവ്, ധ്രുവസ്യ അഭിമഹീപദേ മഹാനായ രാജാവായ ധ്രുവൻ, ഇവരൊക്കെ അതിന് ഉദാഹരണം. അങ്ങനെ സ്വധർമ്മം പൂർത്തിയാക്കിയവരാ. നമ്മൾ കണ്ടില്ലേ സ്വയംഭുവ മനു, ഉത്താനപാദ മഹാരാജാവിൻ്റെ ധ്രുവൻ്റെ ചരിതമൊക്കെ നമ്മൾ കണ്ടു. എല്ലാവരും ആത്മീയത അന്വേഷിച്ചു പോയവരാണോ? അല്ല, കർമ്മം പൂർത്തിയാക്കിയവരാ. സ്വധർമ്മം, അവരാരായി ജനിച്ചു, എന്തൊക്കെയാണ് അവരുടെ ജോലി ഉത്തരവാദിത്തങ്ങൾ, അത് ഭംഗിയായി നിർവഹിച്ചവരാണ്. അതുപോലെ പ്രിയവൃത മഹാരാജാവ്. ഇനി രാജർഷേ അംഗസ്യ അസ്മത് പിതുഹു, അസ്മത് എന്ന് വെച്ചാൽ എൻ്റെ പിതുഹു, പിതാവിൻ്റെ പിതാവായ രാജർഷിയായ അംഗസ്യ, അംഗരാജാവ്. ഇവരെല്ലാം, ഇനി അത് മാത്രമല്ല കേട്ടോ, ഈദൃശാനാം, ഇതേ രീതിയിൽ തന്നെ ഇവരെ പോലെ തന്നെയുള്ള അധഹ ശേഷം അന്വേഷാം, മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? അജസ്യ ബ്രഹ്മാവ്, ഭവസ്യജ മഹാദേവൻ ശ്രീരുദ്രൻ, പ്രഹ്ലാദൻ, ബലേച്ച അഭി മഹാബലി. ഇവരെല്ലാവരും ആരിലാണെന്നോ ഈ ഒരു എല്ലാ കർമ്മങ്ങളുടെയും പതിയായിട്ട് ഒരാളുണ്ട് എന്ന് സങ്കല്പിക്കുന്ന ആ ശക്തിക്ക് ഒരു രൂപം നൽകിയിട്ട് ഇവരെല്ലാവരും സമർപ്പിക്കുന്നത് ആരിലാണെന്നാണ് പറയുന്നത്. ഗദാഭൃത കൃത്യം അസ്തി. ഗദ കയ്യിലേന്തി നിൽക്കുന്ന ആ ഗദാഭൃത, ആ സാക്ഷാൽ മഹാവിഷ്ണുവിൽ എല്ലാ കർമ്മങ്ങളെയും സമർപ്പിച്ച് മഹാവിഷ്ണുവിനെ, എല്ലാ യജ്ഞങ്ങളുടെയും എല്ലാ കർമ്മങ്ങളുടെയും പതിയായിരിക്കുന്ന ആ ശക്തി മഹാവിഷ്ണുവായി സങ്കല്പിച്ചുകൊണ്ട് മഹാവിഷ്ണുവിൽ എല്ലാ കർമ്മങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്തവരാണ് ഇവരെല്ലാവരും. നോക്കൂ, ബ്രഹ്മാവും മഹാദേവനും വരെ അതിലുണ്ടായിരുന്നു അല്ലേ? കാരണം പ്രപഞ്ചത്തിൻ്റെ പരിപാലകനായ മഹാവിഷ്ണു അല്ലേ? ബ്രഹ്മാവിന് ഞാനാണ് വലിയവനെന്നോ, മഹാദേവന് ഞാനാണ് വലിയവനെന്നോ, മഹാവിഷ്ണുവിന് ഞാനാണ് വലിയവനെന്നോ ഇല്ല. ഇവർ മൂന്ന് പേരും ഒരേ ശക്തിയെടുത്ത മൂന്ന് ഭാവങ്ങളാണ്.
3 കർമ്മങ്ങൾക്കായി 3 രൂപത്തെ സ്വീകരിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഒരേ ആത്മാവ് ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ, ക്ഷത്രിയൻ എന്നിങ്ങനെ 4 കർമ്മങ്ങൾക്കായി 4 ശരീരങ്ങൾ എടുത്തതാണ്. ഒരേ ഭഗവാൻ 4 കർമ്മങ്ങൾ ചെയ്യാൻ 4 ശരീരങ്ങൾ എടുത്തതാണ് ബ്രാഹ്മണരായും ക്ഷത്രിയരായും വൈശ്യരായും ശൂദ്രരായും ഇവിടെ കാണുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മൾ ഇന്ന് ജാതി മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് എന്താ നമ്മൾ കാണുന്നത് ഈ മണ്ണിൽ അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാവരും ബ്രഹ്മാവും മഹാദേവനും അടക്കം പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പരിപാലകനാരാ? മഹാവിഷ്ണു. പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? കർമ്മം നിലനിൽക്കണം അല്ലേ? അപ്പോൾ കർമ്മത്തിൻ്റെ സർവചരാചരങ്ങളും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പതിയായിരിക്കുന്ന ഭഗവാനിൽ എല്ലാത്തിൻ്റെയും കർമ്മം ചെയ്യാനുള്ള ശക്തി മഹാവിഷ്ണുവാണ് എന്ന് സങ്കല്പിച്ച് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരാണ്. അതാണ് നമ്മൾ ബ്രഹ്മാവിനെ ആദ്യം ബ്രഹ്മാവ് മനസ്സിൽ സങ്കല്പിച്ചത്. എന്ത് കർമ്മ ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ധ്യാനിച്ചത് മഹാവിഷ്ണുവിനെ. മഹാദേവനും ചെയ്യുന്ന കർമ്മം ആ ഭഗവാനിൽ മഹാവിഷ്ണുവിൽ സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും കർമ്മമല്ല മഹാവിഷ്ണുവിൻ്റെ കർമാനുഷ്ഠാനമാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ പരിപാലകനാണ്, പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനാണ്. അപ്പോൾ അതിന് കർമ്മം നിലനിന്നേ പറ്റുള്ളൂ. അപ്പോൾ കർമ്മത്തിൻ്റെ നിയന്താവ് മഹാവിഷ്ണു ആയതുകൊണ്ട് ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്തവരാണ് സ്വയംഭുവ മനുവും മുത്താനപാദനും ധ്രുവനും പ്രിയവൃതനും അംഗരാജാവും പ്രഹ്ലാദനും മഹാബലിയും അതുപോലെ ബ്രഹ്മാവും മഹാദേവനും അടക്കം ആ കർമ്മം ചെയ്യാനുള്ള ശക്തിയെ മഹാവിഷ്ണു എന്ന രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിച്ച് കർമ്മം ചെയ്യുന്നവരാണ്. അങ്ങനെ കർമ്മം ചെയ്താലേ വിജയിക്കുകയുള്ളൂ. കർമ്മം അപ്പോൾ പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വര സ്വധർമ്മമായി കർമ്മം മാറണമെങ്കിൽ അതങ്ങനെ തന്നെ കർമ്മം ചെയ്യണമെന്നാണ് ഇവിടെ പൃഥു മഹാരാജാവ് ജനങ്ങൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ സ്വധർമാനുഷ്ഠാനം പൂർത്തിയാക്കിയാലാണ് അതിനുള്ള വഴി ഞാൻ തുറന്നു തരുമ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങൾക്കും എനിക്കും പുണ്യലോകങ്ങളിലെത്താം. അപ്പോൾ ഭൂമിയിലെ ജനങ്ങൾക്ക് മുഴുവനും അന്ന് ഋതുരാജാവായിരിക്കുന്ന കാലത്ത് ഭൂമിയിലെ ജനങ്ങൾക്ക് മുഴുവനും സ്വധർമാനുഷ്ഠാനത്തിനുള്ള വഴി തുറന്നു കൊടുത്ത് എല്ലാവരെയും മുക്തിയിലേക്ക് നയിക്കുകയാണ് അല്ലേ? സ്വധർമ്മം പൂർത്തിയാക്കുമ്പോഴല്ലേ മുക്തിക്ക് യോഗ്യത വരുള്ളൂ. എല്ലാവരെയും മുക്തിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞൊരു രാജാവായിരുന്നു എന്ന് അർത്ഥം പൃഥു. ശ്ലോകം 30. ദൗഹിത്ര ആദീനി ഹൃദേ മൃത്യോഹോ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗ സ്വർഗ അപവർഗാണാം പ്രായ